നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒന്ന് ടു ഡു ലിസ്റ്റ് പ്രിപ്പറേഷൻ, മറ്റൊന്ന് എക്സാമിന് ഈ ടു ഡു ലിസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് കറക്റ്റ് ഡിസിപ്ലിൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അതിൻ്റെ ഫെയിൻമാൻ ടെക്നിക്ക്, പിന്നെ കുറച്ച് സംഭവങ്ങളിലൂടെ കുറച്ച് പൊടിക്കൈകളിലൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് എക്സാമിന് പഠിച്ച് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഒന്നാമത്തെ കാര്യം ടു ഡു ലിസ്റ്റ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ടു ഡു ലിസ്റ്റിന്റെ PDF കിട്ടാത്തവരവിടെ പോയിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ലിങ്ക് എന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് അയച്ചു തരുന്നതായിരിക്കും. അതിന് ടു ഡു ലിസ്റ്റിനകത്ത് ചെയ്യേണ്ട കാര്യം, നമ്മൾ ഒരു ദിവസം എത്ര മിനിറ്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത്രയും കോളംസ് നമ്മളൊരു പേപ്പറിനകത്ത് A4 ഷീറ്റിനകത്ത് നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഒരു 16 മണിക്കൂറാണ് നമുക്കൊരു ദിവസം നമ്മൾ ഉണർന്നിരിക്കുന്നതെങ്കിൽ 16 കോളംസ് ഉണ്ടാക്കുക. ഈ 16 കോളംസിനകത്ത് ഓരോ കോളത്തിനകത്തും ഓരോ മണിക്കൂറിന്റെ ഡ്യൂറേഷനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അല്ലെ. ആ ഓരോ മണിക്കൂറും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് തലേ ദിവസം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ അതിനകത്ത് ഏതൊക്കെ ഇമ്പോർട്ടന്റ് ചാപ്റ്ററുകൾ നമ്മൾ പഠിച്ചു തീർക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തലേ ദിവസം എഴുതി വെക്കുക. അപ്പൊ നിങ്ങൾ പഠിച്ച് തീരാത്ത ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഒരു A4 ഷീറ്റിനകത്ത് പ്രത്യേകം എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഒന്നുകൂടെ എളുപ്പമാവും. പിറ്റേ ദിവസം നിങ്ങൾ ഇത് പഠിച്ചു തീരുന്നു, ഓരോ കോളത്തിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്ത് കൊടുക്കുക ചെയ്യുക. പിന്നെ രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്രയും ടൈം നമ്മൾ കുറച്ചധികം സമയം നമ്മൾ ഇരുന്ന് പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഈ ടൈമിൽ ചിലപ്പോൾ ക്ഷീണം വരും, ചിലപ്പോൾ മടുപ്പ് വരും, നമ്മൾ ഇട്ടിട്ട് പോകാനൊക്കെ സാധ്യതയുണ്ട്. അത് മാറ്റാനായിട്ട് നിങ്ങൾ ഒരു 40 മിനിറ്റ് പഠിച്ചതിന് ശേഷം ഒന്ന് റിവൈസ് ചെയ്യുക. ഒരു 10 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുക്കുക. ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് റീൽസ് കാണരുത്, മൊബൈൽ ഗെയിംസ് കളിക്കരുത്. ജസ്റ്റ് വേറെ എന്തെങ്കിലും പ്ലാൻസോ അല്ലെങ്കിൽ പെറ്റ്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് നമ്മൾ അതുമായിട്ടൊക്കെ ഒന്ന് സമയം ചെലവഴിക്കാനായിട്ട് നോക്കുക. മൂന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫെയിൻമാൻ ടെക്നിക്. നിങ്ങൾ പഠിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങളൊരു സയന്റിഫിക് നെയിമാണ് പഠിക്കുന്നത്, ഇത് നമ്മളെ നിത്യജീവിതത്തിലുള്ള ഏതെങ്കിലും ഒരു സംഭവമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പേരുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറിയിൽ അത് നിൽക്കുമെന്ന്. അതേപോലെ തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് റിവൈസ് ആയിട്ട് കൂടെ നോക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു, ആ ബുക്ക് അടച്ചു വെക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് എന്നുള്ളത് നമ്മളൊന്ന് കണ്ണടച്ച് ഓർത്ത് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് വിഷ്വലൈസേഷനാണ്. കിടക്കുന്ന സമയത്ത് നിങ്ങൾ രാത്രി കിടക്കുന്ന ദിവസം, തലേ ദിവസം കിടക്കുന്ന സമയത്ത് പിറ്റേ ദിവസം നമ്മൾ ഏതൊക്കെ ചാപ്റ്ററുകളാണ് പഠിക്കാൻ പോകുന്നത് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നോക്കുക. അത് തീരുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. പിറ്റേ ദിവസം അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ വിഷ്വലൈസേഷൻ പറഞ്ഞു, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് തരാം. ദാറ്റ് ഇസ് മെഡിറ്റേഷൻ. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രീത്തിനകത്തേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചിന്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിവേറ്റ് ചെയ്ത് പോകുമ്പോൾ വീണ്ടും നമ്മൾ ബ്രീത്തിനകത്തേക്ക് തന്നെ കൊണ്ടുവരിക. ഇങ്ങനെ നമ്മളെ കോൺസെൻട്രേഷൻ കൂടെ കൂട്ടാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോക്കകത്ത് നമ്മൾ ഏകദേശം 6 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത് ടു ഡു ലിസ്റ്റ് പ്രിപ്പറേഷൻ, പോമഡോറോ ടെക്നിക്ക്, ഫെയിൻമാൻ ടെക്നിക്ക്, വിഷ്വലൈസേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ആൻഡ് മെഡിറ്റേഷൻ. അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾ ഈ പ്രാക്ടീസ് ഒക്കെ ചെയ്യുക. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും ഗൈസ്. ഉഷാറായിട്ട് പഠിക്കുക, നല്ല മാർക്ക് മേടിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.